എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് പണിക്കരാണ് നമുക്കൊപ്പമുള്ളത്. വെൽക്കം ടു മറുനാടൻ മലയാളി. Okay. വളരെ വിവാദമാകുന്ന അല്ലെങ്കിൽ വിവാദമാകാൻ പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇത് കാലാകാലങ്ങളായി ഇവിടെ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഇന്ന് കേന്ദ്ര തലത്തിൽ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം പാർലമെന്റിൽ അതിന്റെ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെയും തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നാണ് കോൺഗ്രസ് ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. സർ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാനുള്ളത്? ഒരു അട്ടിമറി ശ്രമമാണെന്നുള്ള കോൺഗ്രസിന്റെ പ്രസ്താവനയ്ക്ക് നമ്മൾ അതിനെ മുഖവിലേക്ക് എടുക്കേണ്ടത്? അല്ല, ഇതിലൊരു അട്ടിമറി ശ്രമമുണ്ട് എന്ന രീതിയിലത്തേക്ക് ഞാനിതിനെ കാണുന്നില്ല. പക്ഷേ ഇത് എല്ലാ കാലവും ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ മെച്ചമായി വരാവുന്ന ഒരു പദ്ധതിയുമല്ല. ഏതെങ്കിലും ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന്, നിലവിൽ ഭരിക്കുന്ന സർക്കാരിന് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നൽകുമെങ്കിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രണ്ട് തരത്തിലും, അതായത് സംസ്ഥാനത്തിലേക്കുള്ള നിയമസഭയിലും അതേപോലെ കേന്ദ്രത്തിലേക്കുള്ള പാർലമെൻറ്റിലും ഒരേപോലെ തന്നെ ആൾക്കാർ വോട്ട് ചെയ്യാനുള്ള ഒരു പാറ്റേൺ ഉണ്ട് എന്നതുകൊണ്ട് വലിയ അനുകൂലമായ ഘടകങ്ങളുള്ള ഒരു കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. വളരെ മോശമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് അവർക്കെതിരെ ഉണ്ടാകുന്നു, ഒരു പൊളിറ്റിക്കൽ അലഗേഷൻ ഉണ്ടാകുന്നു, ഒരു വലിയ കറപ്ഷൻ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ ഭരിക്കുന്നിടത്ത് പോലുമുള്ള ആ ഒരു മേൽക്കൈ നഷ്ടപ്പെടുന്നതിനും അതുവഴി ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതിനുമുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇന്ന് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നുണ്ട് എങ്കിലും നാളെ ഒരുപക്ഷെ അധികാരത്തിൽ വരുന്ന സമയത്ത് അവർക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറാനുള്ള സാധ്യത പോലും ഇതിലുണ്ട്. പക്ഷേ എനിക്ക് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നതിനോടുള്ള പ്രധാനപ്പെട്ട ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് മറ്റ് ചില കാര്യങ്ങളിലാണ്. കാരണം ഇതിൻ്റെ ബില്ല് വരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് നോക്കിയെങ്കിൽ മാത്രമേ അവരെങ്ങനെയാണത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയുള്ളൂ. പക്ഷേ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ചില ശുപാർശകളുണ്ടായിരുന്നു. അപ്പോൾ അവരതിൽ പരിഗണിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകളിൽ ഒന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാരിച്ച ചെലവാണ്. നിർവഹണ സംവിധാനവുമായി ബന്ധപ്പെട്ട വലിയ ഒരു എക്സ്പെൻഡിച്ചർ കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ കേന്ദ്രത്തിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പദ്ധതി, ജനോപകാരപ്രദമായിട്ടുള്ള ഒരു വെൽഫെയർ സ്കീമൊക്കെ നടപ്പാക്കുമ്പോൾ ഒരു വർഷം തന്നെ പല സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എങ്കിൽ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നമ്പർ ഓഫ് ഡേയ്സ് ഗവേണൻസിൻ്റെ ഭാഗമായി നഷ്ടപ്പെടുന്നത് വളരെ കൂടുതലാണ് ഒരു 5 വർഷ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ എന്നുള്ളതാണ് അത് പറഞ്ഞിരുന്നത്. എനിക്കുള്ള പ്രധാനപ്പെട്ട വിയോജിപ്പ് ഈ 2 കാര്യങ്ങളെയും മറികടക്കുന്നതിനുള്ള ഭാവനാപൂർണ്ണമായിട്ടുള്ള മറ്റ് ഐഡിയാസ് എന്തൊക്കെയാണ് എന്ന് അവർ ചിന്തിച്ചില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായി വേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ ഏത് സമയത്താണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക, എത്ര സമയത്തേക്കായിരിക്കും നോമിനേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക, എപ്പോഴത്തേക്ക് സ്ക്രൂട്ടിനി കഴിയും, എത്ര നാളാണ് നമ്മൾ ക്യാമ്പയിൻ അനുവദിക്കുക, എപ്പോൾ തെരഞ്ഞെടുപ്പ്, എപ്പോൾ ഫലം വരും എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകൾ പ്രൊലോങ് ആയി പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മറ്റ് സ്ഥലങ്ങളിലുള്ള ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ പാലക്കാട് ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന റീജിയണൽ ആയിട്ടുള്ള രഥോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ഡിലേ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്ക് ഒരാഴ്ച കൂടി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഓടിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പോലും പണം കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ഇത് പ്രഡിക്റ്റബിൾ ആക്കി മാറ്റുകയാണ് എങ്കിൽ നമുക്ക് ഏത് സമയത്ത് ഇത് ചെയ്യാം. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഡിജിറ്റൽ സാങ്കേതികത എല്ലാം ഉള്ളപ്പോൾ നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ വഴി മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രചരണം സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റിൻ്റെ ഒരു ഭാഗം ഈസിയായി ബെയർ ചെയ്തിട്ട് അതുവഴി മറ്റുള്ള ആൾക്കാരെ കൂടി സഹായിക്കുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകണോ തുടങ്ങിയ കുറേയധികം മാർഗ്ഗങ്ങൾ ഇതിനോടകം തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഡിസ്കഷനിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കുന്നില്ല. പുതുതായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് മാത്രമാണ് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം വരുന്ന സമയത്ത് ഒരു തടസ്സമുള്ളത്. നേരെ മറിച്ച് മറ്റെന്തെങ്കിലും ഒരു വെൽഫെയർ സ്കീം ഓൾറെഡി റണ്ണിങ് ആണ് എങ്കിൽ അതിനെ ഇതൊരു തരത്തിലും ബാധിക്കുന്നില്ല. അതിപ്പോൾ വെൽഫെയർ പെൻഷൻ അടക്കം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരുകളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിലേക്കായിട്ട് ചില പദ്ധതികൾ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു താല്പര്യം അവർക്കുണ്ട്. അത് നടപ്പാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോൾ പോലും ഇലക്ഷൻ പ്രഡിക്റ്റബിൾ ആണ് എങ്കിൽ നമുക്കറിയാം ഇന്ന സ്റ്റേറ്റുകളിലൊക്കെ ഇന്ന ഡേറ്റിലാണ് വരുന്നത് എങ്കിൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എപ്പോഴാണ് അപ്ലൈ ആവുന്നത് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ പോലും അതിന് മുൻപായിട്ടുള്ള ഒരു ഡേറ്റിലേക്ക് അവർക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനും സാധിക്കും. അപ്പോൾ ഈ മാർഗ്ഗങ്ങളെ പരീക്ഷിക്കുന്നതിന് പകരം പെട്ടെന്ന് ഇതിൻ്റെ ഒരു വൺ ഷോട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് രാജ്യത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് ഏകോപിപ്പിച്ച് നടത്തുകയാണ് എന്ന മാർഗത്തിലേക്ക് പോകുന്നതിലാണ് എൻ്റെ വിയോജിപ്പ്. കാരണം അങ്ങനെയാണ് എങ്കിൽ
ഒരുപക്ഷെ ഒരു വലിയ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ ആ വിഷയം ഇലക്ട്രേറ്റിനെ മൊത്തത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ജനാധിപത്യത്തിൽ നമുക്കുണ്ടാകേണ്ടത് എങ്ങനെയാണ്? ഒരു ത്രിതല സംവിധാനം അവിടെയുണ്ട്. ലോക്കൽ ബോഡി ഉണ്ട്, പിന്നീട് അസംബ്ലിയിൽ നമുക്ക് പിന്നെ അവിടെ ഒരു സഭയുണ്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്ത സഭ, പിന്നീടാണ് ലോക്സഭ. അപ്പോൾ ഇത് മൂന്നിലും ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടിംഗ് പാറ്റേൺ, അവർ പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിൽ ആൾക്കാർക്ക് ഓരോ കാര്യത്തിലും അവരുടെ പ്രയോറിറ്റീസ് എന്താണ് എന്നതിനെപ്പറ്റി മതിയായി ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള സമയം നൽകുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മാസത്തെ കാലയളവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യാസമുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഇത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും അഡ്വാൻറ്റേജസ് ആകുന്നത് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനേക്കാൾ പല സമയത്ത് നടക്കുന്നതാണ്. നമുക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് കാര്യമായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ കൂടി പിന്തുണയോട് കൂടിയിട്ടാണ് അവർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. അവർ വലിയ തിരിച്ചടി നേരിട്ടിരുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുണ്ട്. ആ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന റെഡ് ഫ്ലാഗുകൾ എന്തൊക്കെയാണ് വോട്ടർമാർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയതിനു ശേഷം അവിടെ മുമ്പില്ലാത്ത രീതിയിലേക്കുള്ള ഒരു വിജയം കൈവരിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതേപോലെ ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണോ ഇലക്ട്രേറ്റ് വാൺ ചെയ്യുന്നത് ആ വാണിങ്ങിനെ ഉൾക്കൊണ്ടുകൊണ്ട് മതിയായ ഭേദഗതികൾ പാർട്ടിയുടെ നയങ്ങളിലൊക്കെ തന്നെ വരുത്താനായിട്ട് മതിയായ സമയം അവിടെ ഉണ്ട്. ഒന്നിച്ചായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ പാർലമെന്റിലേക്കും മഹാരാഷ്ട്രയിലെ അസംബ്ലിയിലേക്ക് നടക്കുന്നത് എങ്കിൽ ഈ രണ്ട് സ്ഥലത്തും ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത പോലും അങ്ങനെയാണ് എങ്കിൽ BJPക്ക് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ പാർട്ടികളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫെഡറൽ സംവിധാനത്തിനെ നശിപ്പിക്കുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ വോട്ടർമാർക്ക് മതിയായ സമയം നൽകുക, കൃത്യമായി ചിന്തിച്ച് തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് മതിയായ സമയം നൽകുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നിരവധി റീജിയണൽ പാർട്ടികളുണ്ട്, പ്രാദേശിക സ്വഭാവമുള്ള നിരവധി പാർട്ടികൾ. ഒരർത്ഥത്തിൽ നോക്കിയാൽ BJPയും കോൺഗ്രസും മാത്രമാണ് ഇന്ത്യയിലെ ഇൻ ട്രൂ സെൻസ് നാഷണൽ പാർട്ടികൾ. മറ്റുള്ള പല പാർട്ടികൾക്കും ആ ഒരു സ്റ്റാറ്റസ് ഉണ്ട് എങ്കിൽ പോലും അവരുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവർ പലപ്പോഴും പ്രാദേശിക പാർട്ടികളെ പോലെ തന്നെയാണ് പെരുമാറാറുള്ളത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടങ്ങൾക്കനുസരിച്ച് അവരെ നോക്കിക്കഴിഞ്ഞാൽ അവരെ ദേശീയ പാർട്ടിയായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ കരുതുന്നത് ഈ പല പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം പ്രാദേശിക രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവരുടെ ഒരു നിലനിൽപ്പിനെ പോലും ഒരുപക്ഷെ ഇല്ലാതെയാക്കാൻ ഒരു ഇടയ്ക്കൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ സാധിക്കും. ഇപ്പോൾ 2034 ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് കരുതുക. അതിനുശേഷം എന്തെങ്കിലും ഒരു സാഹചര്യത്താൽ ഒരുപക്ഷെ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ അലൈ മൊത്തത്തിൽ രാജിവെക്കാനുള്ള ഒരു സാധ്യത, അതല്ലെങ്കിൽ ആർട്ടിക്കിൾ 356 പ്രയോഗിക്കാനുള്ള ഒരു സാധ്യത, ഇനി അതുമല്ല എങ്കിൽ ഈ സർക്കാർ വീഴുന്ന മറ്റേതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സാധ്യത. അങ്ങനെ ഒരു സർക്കാർ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് വീഴുകയാണ് എങ്കിൽ 2038 വീണ്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ എല്ലാ മെഷീനറിയും ഉപയോഗിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുക. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാരിൻ്റെ കാലപരിധി എന്ന് പറയുന്നത് കേവലം 1 വർഷമാണ്. കാരണം ഈ ജനറിക് സൈക്കിൾ വരുന്നത് 2039 എങ്കിൽ 1 വർഷത്തേക്ക് മാത്രമേ ഇവർക്ക് ആയുസുള്ളൂ എന്ന മട്ടിലാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇത്രയും പണം ചെലവഴിച്ചതിന് ശേഷം 1 വർഷത്തേക്ക് മാത്രമാണ് ഒരു സർക്കാർ എങ്കിൽ ഇത് വലിയ പണമുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാവില്ല. പക്ഷേ ഈ പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരു 20 സീറ്റുകളിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഈ 20 സ്ഥലത്തേക്കും പണം പമ്പ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 1 വർഷം ഭരിക്കുക, കാര്യമായ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. അത് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ പണം പമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ റീജിയണൽ പാർട്ടികളുടെ നിലനിൽപ്പിനെ തന്നെ കാര്യമായി ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ പലപ്പോഴും ഐഡിയോളജിക്കലായുള്ള ഡിഫറൻസ് മറന്നു പോലും വലിയ പാർട്ടികളുടെ പിന്നിൽ പോയി അവരോട് സഹായം അഭ്യർത്ഥിച്ച് അവരുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലത്തേക്ക് മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പ്രാദേശിക പാർട്ടികളുടെ രാഷ്ട്രീയം നമ്മുടെ മൊത്തത്തിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ഡിബേറ്റാണ്. പക്ഷേ അവർക്കും അവരുടെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിൽ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ഒരു പക്ഷേ ലോങ് റണ്ണിൽ നഷ്ടപ്പെടാനുള്ള ഒരു വലിയ പോസിബിലിറ്റി അവിടെ നിലനിൽക്കുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ കരുതുന്നത്, അതായത് കോസ്റ്റ് ആയിരുന്നു പ്രശ്നമെങ്കിൽ ആ കോസ്റ്റിനെ മറികടക്കാനായിട്ടുള്ള നൂതന മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കണമായിരുന്നു. അതിനു പകരം ഇത് മാത്രമാണ് നമുക്കുള്ള ഒരു വൺ ഷോട്ട് സൊല്യൂഷൻ എന്ന രീതിയിലത്തേക്ക് ഇതിനെ കൊണ്ടുപോയത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ബന്ധപ്പെട്ടൊരു പ്രധാന പ്രശ്നം, ഇത് ബില്ല് രാജ്യസഭയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന് എതിരെയാണ് വലിയ രീതിയിൽ ഭൂരിപക്ഷം വരുന്ന പ്രതിപക്ഷ അംഗങ്ങളും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് BJP സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് അനുകൂലമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പം ശ്രീത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മറ്റു സൊല്യൂഷനുകളൊന്നും നോക്കിയില്ല എന്നുള്ളത്. എന്നാൽ ചർച്ചകളൊന്നും അവിടെ കാര്യക്ഷമമായി നടന്നുമില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് ഇത് വിടുകയും ചെയ്തു.
മറ്റുള്ള സാധ്യതകൾ കൂടി നമ്മളപ്പോ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതല്ലേ? നമുക്കറിയാം, ഒന്ന് കോസ്റ്റ് വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അധിക ഭാരമാണ്. ഇപ്പോ പാർട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് കോടികൾ വരുന്ന ഈ തുക ചെലവാക്കേണ്ടി വരുന്നത്. അപ്പം ഇതിന്റെ ഒരു പ്രായോഗിക തലത്തിൽ നമുക്കറിയാം, വല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാഷ്ട്രീയം തന്നെ എല്ലായിടത്തും വിഭിന്നമാണ്. കേരളത്തിലെ എല്ലാ വടക്കേന്ത്യയിലേക്ക്, ഹിന്ദി ബെൽറ്റിലേക്ക് വരുമ്പോൾ മാറുന്നു, അത് ഈസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മാറുന്നു. ഈ വ്യത്യസ്തതകൾ കൂടി അഡ്രസ്സ് ചെയ്യാൻ ഈ ഒരു ഫോർമാറ്റ് നിലനിൽക്കുന്നതാണോ മെച്ചം, അതോ എന്നൊരു ചർച്ചയെ കൂടിയുണ്ട്. ഞാൻ നിശ്ചയമായിട്ടും അങ്ങനെയാണ് കരുതുന്നത്. കാരണം നിലവിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് പല സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആ സംസ്ഥാനത്തെ പറ്റി ആ സംസ്ഥാനത്തുള്ള ആൾക്കാർ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. അവിടെയുള്ള പൊളിറ്റിക്സ്, അവിടെയുള്ള ആൾക്കാരുടെ റിക്വയർമെൻറ്റ് എന്നതിനെപ്പറ്റി നമ്മളും അവെയറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്, അതിന് ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി എന്താണ്, അവിടെയുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മുന്നണികളുടെ ഇടയിലെ കൂട്ടായ്മ, കെട്ടുറപ്പ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് വില്ലനായി മാറുന്ന ഫാക്ടറുകൾ എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മളും ചർച്ച ചെയ്തതല്ലേ. അതെ, അപ്പോൾ തീർച്ചയായിട്ടും. ഇതിനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇത് ഒരു സമയത്ത് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് പോയതുകൊണ്ടാണ്. നേരെ മറിച്ച് ഉം. നമ്മളിപ്പോൾ 2034 ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ, ആ സമയത്താണ് ഇങ്ങനെ പാൻ ഇന്ത്യ തെരഞ്ഞെടുപ്പ് വരുന്നത് എങ്കിൽ ഈ 28 സംസ്ഥാനങ്ങളിലെയും വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമോ? ഇപ്പോൾ നമ്മുടെ ഈ മീഡിയ റിപ്പോർട്ടിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ്. അവിടെ അതെ. നിന്ന് അധികം വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരാറില്ല. ഇപ്പോഴും പരിമിതമായിട്ട് മാത്രമേ വരാറുള്ളൂ. ഉം. അപ്പോൾ അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ നമ്മുടെ മീഡിയയാണെങ്കിലും പൊതു മണ്ഡലങ്ങളിലെ ചർച്ചകളിലാണെങ്കിലും ടോട്ടലി ഇഗ്നോർഡായി വീണ്ടും പോകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഉം. സമയത്ത് ആൾക്കാർ എന്തായിരിക്കും ചർച്ച ചെയ്യുക? ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സംസ്ഥാനങ്ങൾ, അതായത് കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതാണോ അവിടുത്തെ രാഷ്ട്രീയം എന്താണ് എക്സാക്ട്ലി. എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുകയും, മൊത്തത്തിൽ ലോക്സഭയിൽ ആർക്കാണ് മെജോറിറ്റി കിട്ടാൻ പോകുന്നത് എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പ്രാദേശികമായിട്ടുള്ള പൊളിറ്റിക്സോ ആ പ്രാദേശിക പൊളിറ്റിക്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്വാധീന ശക്തി ഉണ്ട് എന്നോ ഉള്ള ഒരു ഡിസ്കഷനാണ് ഏറ്റവും താഴെ പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതുന്നത്, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ഒരു മേഖലയിലെ കർഷകർ എങ്ങനെ ചിന്തിക്കുന്നു, അർബൻ മേഖല എങ്ങനെ ചിന്തിക്കുന്നു, സെമി അർബൻ മേഖല എങ്ങനെ ചിന്തിക്കുന്നു, റൂറൽ മേഖല എങ്ങനെ ചിന്തിക്കുന്നു, ഗോത്ര വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ്, ഈ രീതിയിലത്തേക്ക് നമ്മൾ ഈ എണ്ണം പറഞ്ഞ് ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ ഇന്നതാണ്, ഇന്ന സ്ഥലത്തെ സ്ത്രീകൾ ഇന്നതാണ് ആഗ്രഹിക്കുന്നത്, ഫസ്റ്റ് ടൈം ജോബ് കിട്ടുന്ന ആൾക്കാർ ഇന്നതാണ് ആഗ്രഹിക്കുന്നത് തുടങ്ങിയ ഒരു വിലയിരുത്തലിന് പോലും പ്രസക്തി ഇല്ലാത്ത രീതിയിലത്തേക്ക് ഈ 28 പിന്നെ ഈ നിയമസഭകൾ, അതായത് സംസ്ഥാന നിയമസഭകളും അതേപോലെ നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം തന്നെ പോളിന് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ ഒരു കെയോസാണ്. അപ്പോൾ അതിൽ നിന്ന് അതെ. പുറത്തേക്ക് വരാനായിട്ട് ആൾക്കാർക്ക് കഴിയുമോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ റീജിയണലായിട്ട് പോലും വലിയ രീതിയിലത്തേക്കുള്ള ഏതെങ്കിലും സ്കാം ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലും ഉം. ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലത്തേക്ക് മാറും. ഞാൻ കരുതുന്നത് ഇന്ത്യ പോലെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല എന്നാണ്. വ്യത്യസ്ത സമയങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണം. ഉം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ പിന്നെ ഗവൺമെൻറ് അലൊക്കേഷൻസ് പോകുന്നുണ്ട്, ബജറ്ററി അലൊക്കേഷൻസ് പോകുന്നുണ്ട് ഓരോരോ മേഖലയിലേക്ക്. ഇപ്പോൾ കൃഷി മേഖല, വിദ്യാഭ്യാസം, ഡിഫൻസ്, ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം ഉം. തന്നെ എങ്ങനെയാണ് പോവുക? നമ്മുടെ എക്സ്ചക്കറിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നികുതി വരുമാനത്തിൽ നിന്നാണ് ഈ പണമെല്ലാം തന്നെ പോവുക. ഇതെല്ലാം ഭാരിച്ച തുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഡിഫൻസിന് വലിയ തുകയാണ് മുടക്കേണ്ടി വരുന്നത്. ഉം. അതുകൊണ്ട് ഇവിടെ യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിഫൻസ് പർച്ചേസ് കുറയ്ക്കാം എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ടോ? ഇല്ല. എന്ന് ഇല്ല. വെച്ചാൽ ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. ഉം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കോസ്റ്റ് എപ്പോഴും ഇൻപുട്ട് കോസ്റ്റ് കൂട്ടാനാണ് ആവശ്യപ്പെടുക, അല്ലേ? ഉം. കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം, വിദ്യാഭ്യാസ മേഖല വരണം, ആരോഗ്യ മേഖല കൂടുതലായിട്ട് മുന്നിലേക്ക് വരണം, ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുക. അപ്പം ഞാൻ പറയുന്നത്, ഇതിനൊക്കെ തന്നെ നമുക്ക് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിനെയെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന, നയരൂപീകരണം നടത്തുന്ന ജനപ്രതിനിധികൾ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരു ചോയ്സ്, ആ ചോയ്സ് അവർ എക്സസൈസ് ചെയ്യുമ്പോൾ അതിൽ മാത്രം കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം, അതിൽ വലിയ ചിലവാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈ ചിലവ് എന്ന് പറയുന്നത് ഇന്ത്യ പോലെ വലിയ ജനാധിപത്യ പ്രകൃതിയുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കോസ്റ്റാണ്. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് നോക്കുക എന്നതിന് പകരം അത് ഈ രീതിയിലത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് നമ്മൾ ഈ പറയുന്ന നാനാത്വത്തിൽ ഏകത്വം, വൈവിധ്യത്തിലുള്ള ഏകത്വം എന്നൊക്കെ പറയുന്നതിനെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്രതിപക്ഷം പലപ്പോഴും ഈ മിസ്ഡയറക്റ്റ് ചെയ്യുകയാണ് അവരുടെ ആരോപണങ്ങൾ. ഉം. ഇതൊന്നും ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള വെല്ലുവിളിയല്ല. നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഏതെങ്കിലും ഫെഡറൽ തത്വങ്ങളുണ്ടെങ്കിൽ അതിനെ ഹനിക്കുന്നില്ല. അതൊന്നും തന്നെ നടക്കുന്നില്ല. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും പല സ്റ്റേറ്റുകളിലും പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്.
അതൊന്നും തന്നെ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് നമ്മൾ ഒരു അബറേഷനെ പറ്റിയല്ല, വൺ ഓഫ് ഇൻസിഡന്റിനെ പറ്റിയല്ല. സ്ഥിരമായി ഈ പാറ്റേണിലേക്കാണ് പോകുന്നതെങ്കിൽ ജനാധിപത്യത്തിൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ അത് രാജ്യത്തിന് മൊത്തത്തിൽ ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വലിയൊരു പ്രധാനമായും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോപണം അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതും കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഈ ചർച്ചയുടെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു എന്നാണ്. മാത്രമല്ല നമുക്കറിയാം തുടർച്ചയായി ടേമുകളിൽ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചു സീറ്റുകൾ പോയി അവരുടെ പ്രഭയ്ക്ക് ഒരു മങ്ങലേറ്റാൽ പോലും ഇനി തുടർച്ചയായും കാര്യം ഇന്ത്യ മുന്നണിയുടെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്ന സാഹചര്യത്തിൽ ഇനി തുടർച്ചയായും ആ ഒരു റൂളിംഗ് തന്നെ തുടരാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര പാർട്ടി അതായത് അവർ ഒരു സിംഹഭാഗവും ഇന്ത്യയുടെ നമുക്കറിയാം ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പ്രധാന മണ്ഡലങ്ങളെല്ലാം തന്നെ കയ്യിലുള്ള ഒരു കേന്ദ്ര പാർട്ടി BJP-യുടെ ഒരു ആധിപത്യത്തിന് വേണ്ടിയാണ് 8 പേജുകൾ മാത്രമുള്ള ഒരു ബില്ലാണ് അവതരിപ്പിച്ചത്. ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ബില്ല് നിയമമാവാൻ ഉള്ള സാധ്യതകൾ വിരളമാണ്. എന്നാൽ പോലും ഈ BJP-യുടെ ഒരു ആധിപത്യത്തിന് വേണ്ടി ഒരു അരക്കെട്ടുറപ്പിക്കുന്നതാണ് ബില്ല് എന്നൊരു ആർഗ്യുമെന്റ്. അതിനൂടി മറുപടി പറഞ്ഞുകൊടുക്കുന്നത്. അല്ല, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 സെനാരിയോ ഞാൻ പറയാം. ഒന്ന്, ഇപ്പൊ നമ്മള് പുൽവാമ അറ്റാക്ക് അല്ലെങ്കിൽ ബാലക്കോട്ട് സ്ട്രൈക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു ജനവികാരം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ പൊളിറ്റിക്കൽ ലൈൻസിന് ഒക്കെ അതീതമായിട്ട് ആൾക്കാർ ആ സമയത്ത് രാജ്യത്തിനെ ഒന്നിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ അന്തസ്സ് തിരിച്ചു പിടിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന രീതിയിലത്തേക്കുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ ഇതിലൊക്കെ തെളിവ് ചോദിക്കുന്ന ആൾക്കാരും അതിനെ വിമർശിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും പൊതുജന വികാരം എന്ന് പറയുന്നത് നമുക്കൊരടി ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ 10 തിരിച്ചു കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ സന്നദ്ധമാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത പൊളിറ്റിക്കൽ ലൈനുള്ള ഒരു പാർട്ടിയാണ് അധികാരത്തിലെങ്കിൽ പോലും അവർ തിരിച്ചടിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വികാരമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രൊപ്പൻസിറ്റി വലിയൊരു വിഭാഗം ആൾക്കാർക്കും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഈ കോർ പാർട്ടി വോട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമാണ്. ആൾക്കാർ എപ്പോഴും ഒരു സംവിധാനത്തിനെ അട്ടിമറിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വിംഗ് വോട്ടേഴ്സാണ്. ഇവരെങ്ങോട്ട് വേണമെങ്കിലും പോകാവുന്ന ആൾക്കാരാണ്. ഇവരെ പ്രത്യേകിച്ച് ഇത് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പോൾ BJP തന്നെ ഭരിക്കുന്ന വലിയ സ്റ്റേറ്റുകൾ, കൂടുതലായിട്ടുള്ള പാർലമെന്റ് അംഗങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ നിയമസഭകളുള്ള സ്റ്റേറ്റുകളിൽ എന്തെങ്കിലും ഒരു ഭരണപരമായിട്ടുള്ള പ്രശ്നം അവർക്കുണ്ടെന്ന് കരുതിക്കോളൂ. ഇപ്പോൾ അവരുടെ അലൈൻസ് പാർട്ട്നേഴ്സുമായിട്ട് അവർക്ക് നല്ല ബന്ധമില്ല, അല്ലെങ്കിൽ അഴിമതി ആരോപണം നേരിടുന്നു. ഇതാണ് എങ്കിൽ പോലും വലിയ ഇതിനേക്കാളൊക്കെ ഇതിനെ മറികടക്കുന്ന ഒരു സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കേന്ദ്രത്തിൽ അവർ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ബാലക്കോട്ട് സ്ട്രൈക്ക് ആണ് എങ്കിൽ ഈ സംസ്ഥാനത്തുള്ള സർക്കാരിനെ കുഴപ്പമില്ല, നമുക്ക് ഇത്തവണ മറ്റേ നിയമം അല്ലെങ്കിൽ മറ്റേ നയം എടുത്തിരിക്കുന്നത് ഇവർ തന്നെയാണല്ലോ കേന്ദ്രത്തിൽ, അതുകൊണ്ട് ഇവരെ തന്നെ നമുക്ക് നിലനിർത്താം എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കാനുള്ള സാധ്യത ആൾക്കാർക്ക് വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കിയാൽ ഈ ഭരണ തുടർച്ച ഒരൊറ്റ കേന്ദ്ര വിഷയം കൊണ്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭരണമുണ്ടെങ്കിൽ അത് നിലനിർത്താനും ഇല്ലാത്തടത്ത് പിടിച്ചെടുക്കാനും ഒക്കെ തന്നെ സാധിക്കുമെന്ന് നമുക്കൊരു ആർഗ്യുമെന്റ് ആയിട്ട് പറയാം. പക്ഷേ അതായത് ഇപ്പോൾ റഫാലുമായി ബന്ധപ്പെട്ട് റഫാൽ പർച്ചേസിൽ ഒരു അഴിമതി ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് കരുതിക്കോളും, അല്ലെങ്കിൽ അദാനിക്ക് കേന്ദ്ര സർക്കാർ വഴിവിട്ട് സഹായം നൽകുന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതിക്കോളും. നല്ല രീതിയിലത്തേക്കുള്ള ഭരണം നടക്കുന്ന BJP സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ മറച്ചിടുന്നതിന് വേണ്ടി പോലും ഒരു ജനവികാരം ഇത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ അഴിമതി സർക്കാരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഇതേ അഡ്വാൻറ്റേജ് BJPക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ബെനിഫിഷ്യൽ ആകുന്നത് പ്രതിപക്ഷത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ലോങ് ടേമിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എല്ലാ കാലത്തും ഭരണ തുടർച്ച നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് നല്ല പോളിസികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം ഭരണമില്ലാത്ത ആൾക്കാർക്ക് ഭരണം പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ തന്നെ ഇതിനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അതൊന്നുമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഈ റീജിയണൽ പൊളിറ്റിക്സിനെ തന്നെ അപ്രസക്തമാക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ പ്രോബ്ലത്തിനെയാണോ ഇത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്, ആ പ്രോബ്ലത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നു. ആ മാർഗങ്ങൾ കാര്യമായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിയോജിപ്പ്. വളരെ വ്യക്തമാണ്. വളരെ ആഴത്തിൽ തന്നെ വിഷയത്തിൽ നമുക്കൊരു അവബോധം ലഭിച്ചിട്ടുണ്ട്. അതൊരു ഇരുതല വാളാണ് സത്യത്തിൽ ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. പ്രാദേശിക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയല്ല, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ അതുപോലും ചില ഘട്ടങ്ങളിൽ പോലും അത് തിരസ്കരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പണമാണ് പ്രധാന പ്രശ്നമെങ്കിൽ മറ്റു സാധ്യതകൾ തേടാമായിരുന്നു എന്ന് തന്നെയാണ് ശ്രീജിത്ത് പറയുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം മറുനാടിനോട് ചേർന്നത്. താങ്ക് യു.